അവന്റെ ദൈവത്തെ അവൻ അന്വേഷിച്ചു. അവന്റെ വഴിയാത്രയിൽ അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷകരമായ അനുഗ്രഹത്തിന്റെ ഒരു അവസ്ഥയിൽ അനുഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അത് നൽകിയ ദൈവത്തെ അവൻ സ്തുതിച്ചു. അവന്റെ മുൻപിൽ അവന്റെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു പുതിയ മുഖശോഭയോടുകൂടി ആ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുവാൻ ആർക്ക് കഴിഞ്ഞു? ഈ പിതാവായ മനുഷ്യന് കഴിഞ്ഞു. അവിടെയാണ് ഈ പ്രവാചകനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ വഴിയെ നീ സൂക്ഷിച്ച് നോക്കുക എന്നുള്ളത്. ഹോളിഡേ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൺഡേ ഇസ് എ ഹോളിഡേ. ഞായറാഴ്ച എന്ന് പറയുന്നത് ഒരു അവധി ദിവസമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഹോളിഡേ. ഞായറാഴ്ച എന്ന് പറയുന്നത്, എന്നാൽ അതിനെ ഇന്ന് നമ്മുടെ ജീവിത രീതിയിലൊക്കെയും ആക്കുമ്പോൾ നമ്മൾ ഈ ഞായറാഴ്ച എന്ന് പറയുന്ന ആ വഴിയിലെങ്കിലും ഈ ക്രിസ്തുവിനെ ഒന്ന് കണ്ടെത്തുവാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ആന്തരിക ബലവും നമ്മുടെ ആത്മീക ബലവും നമ്മുടെ ദേവാലയത്തിന്റെ അനുഷ്ഠാനങ്ങളിലും ഒക്കെ കാര്യമായ കോട്ടം സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു വിധമായ തെറ്റുമില്ല എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ ചിന്തയും ഇവിടെ അവസാനിപ്പിക്കുകയാണ്, നിന്റെ വഴിയെ നീ സൂക്ഷിച്ച് നോക്കുക. ആദ്യം എന്താണ് പറഞ്ഞത്? നിന്റെ കോട്ടയെ നീ കാത്തുകൊള്ളുക. രണ്ടാമതിന്റെ വഴിയെ നീ സൂക്ഷിച്ചു നോക്കുക. മൂന്നാമത് ആ വേദഭാഗത്തിൽ ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞുകൊണ്ട് ഈ തിരുവചന ധ്യാനം ഞാൻ അവസാനിപ്പിക്കാം. അവിടെ പറയുന്നുണ്ട്, എന്താ? നിന്റെ അര നീ, എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിന്റെ അര നീ മുറുക്കുക. നമുക്കറിയാം, ഒരു സംഹാരത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ജനതയുടെ പേരാണ് ഈ നിനുവ എന്ന് പറയുന്ന പട്ടണത്തിലെ ആ ജനത. അവരോട് അരമുറുക്കിയിരിക്കുവാൻ പറയുമ്പോൾ ഇവിടെ പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്: സംഹാരത്തിന്റെ അനുഭവങ്ങളിൽ ഒരുങ്ങി അരമുറുക്കിയിരിക്കുവാനായിട്ടാണ് ഈ നിനുവ എന്ന് പറയുന്ന പട്ടണത്തിലെ മനുഷ്യരോട് പ്രവാചകൻ കൽപ്പിക്കുന്നത്. അതിൻ്റെ ആന്തരികമായ ഒരർത്ഥം പിതാക്കന്മാരുടെ എഴുത്തുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഈ അരമുറുക്കി ഇരിക്കുവാനായിട്ട് ഈ നഹൂം പ്രവാചകൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ജീവിതത്തിന്റെ അനുഭവങ്ങളെ ശരിയായ രീതിയിൽ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. എന്താണ്? ജീവിതത്തിന്റെ അനുഭവങ്ങളെ യാഥാർത്ഥ്യമായി ശരിയായ രീതിയിൽ അതിലെ സത്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കുവാനായിട്ട് നമ്മൾ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ആയിരിക്കണം എന്നുള്ളതാണ് ഈ വ്യാഖ്യാനത്തിൽ വായിച്ചത്. നമുക്കറിയാം, നാം ഇന്നായിരിക്കുന്ന ഒരു കാലഘട്ടത്തിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ അത്? പോസ്റ്റ് ട്രൂത്ത് എന്ന്. എന്താ പറയുന്നത്? സത്യാനന്തര കാലഘട്ടം എന്ന് പറയും. വളരെ ലളിതമായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുൻപിൽ ഒരു മാധ്യമ സംസ്കാരമുണ്ട്, അല്ലേ? നാം ഇന്ന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്രകാരം ചിന്തിക്കണം, ഏതൊക്കെ വസ്ത്രം ധരിക്കണം, എങ്ങനെയൊക്കെ വഴിയിൽ കൂടി നടക്കണം, എങ്ങനെയൊക്കെ മനുഷ്യരോട് പെരുമാറണം, എങ്ങനെയൊക്കെ പെരുമാറിക്കൂടാ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് എന്താ? നമ്മുടെ മുൻപിലുള്ള ഈ മാധ്യമങ്ങളല്ലേ? എന്നാൽ ഈ മാധ്യമ സംസ്കാരത്തിൽ നമ്മളൊക്കെ ആയിരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്: അതായത് യാഥാർത്ഥ്യമായ അനുഭവങ്ങൾ, സത്യമായ അനുഭവങ്ങളല്ല നമുക്ക് മുൻപിലേക്ക് ആര് വെച്ച് വിളമ്പുന്നത്? മാധ്യമങ്ങൾ വെച്ച് വിളമ്പുന്നത്. ഒരു സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊക്കെ പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരാണ്. പത്രത്തിൽ കൂടി നമ്മുടെ ലോകത്തിന്റെ അല്ലെങ്കിൽ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളെ, ആ അനുഭവങ്ങളെ ഒക്കെ തിരിച്ചറിയുന്നവരാണ് ഞാൻ. ചെയ്യുന്നു നിന്നടിയാ തിരു നാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരു നാമത്തിനാദരവാ. കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും, ഇന്നത്തെ ഈ സന്ധ്യ ഏറ്റവും മനോഹരമായ, ഏറ്റവും ശ്രേഷ്ഠമായ നല്ലൊരു സന്ദേശം ദൈവം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ നമുക്ക് നൽകി. നമ്മൾ
ഹൃദയങ്ങളിൽ ആഴമായി പതിയത്തക്കവണ്ണം ഈ ദൈവജനത്തെ നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോട് നന്ദി പറയുവാനാണ്. അച്ഛനെപ്പറ്റി ഒരു കാര്യം ഞാൻ വിട്ടുപോയി. നമ്മുടെ വന്യനായ കെ തോമസ് അച്ഛൻ്റെ മകനാണ്. അത് കാര്യം വിട്ടുപോയതാണ്. സംഹാരൻ നമുക്കെതിരെ ഒരു കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറക്കുക. നാഹൂം പ്രവാചക പുസ്തകത്തിൽ നിന്നും മനോഹരമായ സന്ദേശം നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ വളരെ മനോഹരമായി നമുക്ക് വിവരിച്ചു തന്നു. ഇന്ന് നടക്കുന്ന ഈ അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വെളിച്ചം പകർന്ന് തരുവാൻ തക്കവണ്ണം പ്രാപ്തമായ ശക്തമായ വചനങ്ങളായി ഇരുട്ടുള്ള ഹൃദയങ്ങളിലെല്ലാം വെളിച്ചം വരത്തക്കവണ്ണം അനുഭവങ്ങളിലൂടെ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് രൂപാന്തരപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരത്തക്കവണ്ണം ദൈവവചനം ശക്തമായിട്ട് നമുക്ക് നൽകി. കൂടുതലായിട്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. എല്ലാം ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെ അത് വിശ്വസിച്ചതാണ്. ഈ ഒരുക്കത്തോടെ ഈ മനുഷ്യൻ പൂർത്തീകരിച്ച് മടങ്ങുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ വൈദികൻ ചിന്തിച്ചു, അത്രമേ വലിയ ഒരു പാവനാഴ്ച നമുക്ക് കാലാകാലങ്ങളായിട്ട് അവധി ദിനങ്ങളായി നൽകിയിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ അന്വേഷിച്ചപ്പോഴും എനിക്ക് കിട്ടിയ മറുപടി ഇത് തന്നെയാണ്. സത്യക്രിസ്ത്യാനികളായ മനുഷ്യർ അവരുടെ മതപരമായ ജീവിതത്തിന്റെ, ആത്മീകമായ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, രൂപീകരിക്കുവാൻ വേണ്ടി അവരുടെ പ്രാർത്ഥനാ ഇടങ്ങളിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുവാനായി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്തെന്ന് പറയുന്നത്. ഈ വേദചിന്ത അവസാനിപ്പിക്കാം. വിഖ്യാതനായ ഒരു എഴുത്തുകാരന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ് മിസ്റ്റീരിയസ് പിക്ചർ. അതൊരു ചെറിയ കഥയാണ്, വിചിത്രമായ ഒരു ചിത്രമെന്നാണ് ആ കഥയുടെ തലക്കെട്ട്. ചാൾസ് ഫോസ്റ്റർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയ